പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, KRLC BC പ്രൊക്ലമേഷൻ കമ്മീഷനും ഷാലോം TV-യും ഒന്നു ചേർന്ന് ഒരുക്കുന്ന സ്പിരിച്വൽ വാർ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനും കർത്താവുമായ യേശുവേ, ഞങ്ങളുടെ ഈ ആത്മീയ പ്രവർത്തനത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അമ്മയായ മറിയമേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഉടനീളമുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ഈ പുണ്യസുദിനം ആരംഭിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവാൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവാൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ദൈവമായ ഈശോയെ, നിന്റെ വലിയ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധയമ്മേ, ഞങ്ങളുടെ വഴിയും ജീവനും സത്യവുമായ യേശുവിനെ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയ അമ്മേ, ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും ആത്മീയ യുദ്ധങ്ങളെയും നീ തന്നെ നയിക്കുകയും ഞങ്ങളുടെ കരങ്ങളെയും ഹൃദയങ്ങളെയും മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും നീ തന്നെ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യുകയും ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഓ അങ്ങയുടെ ആഗ്നി എല്ലാവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ അഗ്നിയാൽ എല്ലാവരും നിറയപ്പെടട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഇറക്കണമേ ദൈവമേ ഹല്ലേലൂയ 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 we praise you hallelujah we thank you hallelujah hallelujah യേശുവേ സ്തോത്രം hallelujah hallelujah thank you Jesus ആമേൻ ഹല്ലേലൂയ hallelujah പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷനും ഷാലോം ടെലിവിഷൻ ശുശ്രൂഷയും കൂടി ദൈവജനത്തിനായി ഒരുക്കുന്ന ആത്മീയ യുദ്ധ ശുശ്രൂഷയിലേക്ക്, ആദ്യ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ പ്രൊക്ലമേഷൻ കമ്മീഷനിലൂടെ കേരള സഭ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത് വിശുദ്ധ പൗലോസ്ലിഹായുടെ ദൈവശാസ്ത്രത്തിലൂടെയാണ്. ഒരു ആത്മീയ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ വിശുദ്ധ പൗലോസിൻ്റെ ആഹ്വാനം നാം ഹൃദയത്തിലും ശിരസിലും സ്വീകരിക്കുകയാണ്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് ഈ 10 ദിവസത്തെ ധ്യാന ചിന്തകളായി നമുക്ക് എടുത്തിരിക്കുന്നത്. അതിൽ 1-ാമത്തെ ദിവസം നാം എടുത്തിരിക്കുന്നത് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വചനമാണ്. ആത്മീയ യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനത്തിൻ്റെ ആദ്യത്തെ വചനമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി, ധ്യാനത്തിനായി സഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകാൻ വിശുദ്ധ പൗലോസ്ലിഹ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ കരുത്തിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഈ അഭിഷേകത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ 2 കുഞ്ഞ് കഥകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കഥയുടെ പേര് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നാണ്. ഒരു വീട്ടിൽ ഒരമ്മയും കുഞ്ഞും മാത്രമേ ഉള്ളൂ. കുഞ്ഞ് 6-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ അപ്പനില്ല. അമ്മ അടുത്ത വീട്ടിലൊക്കെ പോയി ജോലി ചെയ്തിട്ട് വേണം കുഞ്ഞിന് ഭക്ഷണം ഒരുക്കാനായിട്ട്. ഈ സമയത്ത് കുഞ്ഞിൻ്റെ മാത്തുക്കുട്ടി എന്ന കുഞ്ഞിൻ്റെ ഏക ദുഃഖമെന്ന് പറയുന്നത് അവന് വീട്ടിലിടാനും പുറത്തു പോകാനും ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്കൊരു പുതിയ ഷർട്ട് വാങ്ങിച്ചു തരുമോ? ഉടനെ അമ്മ പൊട്ടിത്തെറിച്ചു. അമ്മ പൊട്ടിത്തെറിക്കാൻ കാരണം ആകെ ഉണ്ടായിരുന്ന ഒരു കലം, കഞ്ഞി വെക്കാനുള്ള കലം അടുത്ത വീട്ടിലെ പൂച്ച കയറി തല്ലി പൊട്ടിച്ചു കളഞ്ഞു. ഇവിടെ ഒരു അലൂമിനിയം കലമുണ്ടായിരുന്നെങ്കിൽ അപ്പോഴാണ് നിന്റെ ഒരു പുതിയ ഷർട്ട്. അങ്ങനെ അമ്മ ദേഷ്യപ്പെട്ടു. ഈ അമ്മയുടെയും മകൻ്റെയും സംഭാഷണം കേട്ട ഒരു വ്യക്തി മാത്തുക്കുട്ടിയോട് പറഞ്ഞു, മാത്തുക്കുട്ടി, നിനക്കൊരു പുതിയ ഷർട്ട് വാങ്ങണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. പെരുന്നാളിന് മുൻപ് നീ ഒരു 100 ലോട്ടറി ടിക്കറ്റ് വിറ്റ് എടുത്താൽ നിനക്ക് ഷർട്ട് വാങ്ങാനുള്ള പണം കിട്ടും. മാത്തുക്കുട്ടി അത് സ്വീകരിച്ചുകൊണ്ട് ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടി അവൻ പെരുന്നാളിന് മുൻപ് തന്നെ 100 ലോട്ടറി ടിക്കറ്റുകൾ വിറ്റ് അതിനുള്ള പണം സ്വരൂപിച്ചു. അങ്ങനെ കിട്ടിയ പണവുമായി അവൻ നേരെ തുണിക്കടയിലേക്ക് ഓടുകയാണ്. അവൻ ചെന്ന് ഒരു ഷർട്ട് വാങ്ങാനുള്ള തുണിക്കടയിലേക്ക് കയറുമ്പോൾ അവൻ്റെ കണ്ണ് തൊട്ടടുത്ത കടയിലേക്ക് നോക്കി. അവിടെ ഒരു അലൂമിനിയം കലമിരിക്കുന്നു. അവൻ കുറച്ചു നേരം ചിന്തിച്ചു, തൻ്റെ അമ്മ ഇതാ മൺകലം ഉടഞ്ഞു പോയിരിക്കുകയാണ്, ഒരു അലൂമിനിയം കലം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പരിതപിച്ചത് അവൻ ഓർത്തു. അവൻ പിന്നീട് ആമാന്തിച്ചില്ല. അവൻ നേരെ ആ കടയിലേക്ക് ചെന്ന് ആ അലൂമിനിയം കലം വാങ്ങി അവൻ വീട്ടിലേക്ക് നടന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഷർട്ട് വാങ്ങിക്കുന്നതിനേക്കാൾ അധികമുള്ള അഭിമാനവും കരുത്തും സന്തോഷവും അഭിമാനത്തോടും കൂടിയാണ് ആ കലവും വാങ്ങിച്ചുകൊണ്ട് ആ മാത്തുക്കുട്ടി എന്ന കുഞ്ഞ് വീട്ടിലേക്ക് പോയത്. ഈ ഒരു കരുത്ത്, തൻ്റെ ആവശ്യങ്ങൾക്കപ്പുറം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണാനുള്ള കരുത്ത്, ആ ഒരു അഭിഷേകം, അതാണ് ഒന്നാമത്തെ കഥയിൽ നാം കാണുന്നത്. ഇനി രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ലോകപ്രശസ്തനായ തത്വചിന്തകൻ പ്ലേറ്റോ എഴുതിയ കഥയാണ്.
ഈ കഥയുടെ പേര് ക്രീറ്റോ എന്നാണ്. ഈ ക്രീറ്റോ എന്ന കഥയുടെ ഇതിവൃത്തം ഇതാണ്. അവരുടെ ഗുരുവായ സോക്രട്ടീസ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലാണ്. അവിടെ ക്രീറ്റോയും കൂട്ടുകാരും ആ വധശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ തലേന്ന് ജയിലിലെത്തുകയാണ്. അവർ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഞങ്ങളിതാ ഒരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആരും അറിയാതെ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ജയിലിന് പിറകില് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിൽ കയറി രക്ഷപ്പെട്ട് ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകുക. ഉടനെ ഗുരു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, ധർമ്മം പ്രസംഗിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ജയിലിൽ അകപ്പെട്ടത്. ധർമ്മം പ്രസംഗിച്ചതിൻ്റെ പേരിലാണ് ഞാൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ അധർമ്മം പ്രവർത്തിക്കണമോ? അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സാക്ഷിയെ ഒറ്റുകൊടുക്കില്ല. രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അധർമ്മം പ്രവർത്തിക്കില്ല. പിറ്റേ ദിവസം ആ കപ്പല് തുറമുഖം വിട്ട സമയത്ത് അവരുടെ പ്രിയപ്പെട്ട ഗുരു വധശിക്ഷ നടപ്പാക്കപ്പെടുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു കരുത്ത്, മനസ്സാക്ഷിയുടെ കരുത്ത്, ആ ഒരു അഭിഷേകവും നമുക്ക് ആ ഒരു ആമുഖമായിട്ട് നമ്മുടെ വിചിന്തനത്തിന് മുൻപ് നിന്നുകൊള്ളട്ടെ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ലീഗ എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങളിൽ ആത്മീയ യുദ്ധത്തിനും അതിനുവേണ്ടിയുള്ള ആയുധങ്ങളും സ്വരുക്കൂട്ടാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. അതിലെ ആദ്യത്തെ വചനമാണ്, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുക. ഈ കരുത്തുള്ളവരാകണമെങ്കിൽ എന്തുകൊണ്ട്? ഇത് കർത്താവിൻ്റെ രക്ഷാകരമായ ചരിത്രത്തിൻ്റെ ഫലമായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ്. ദൈവവചനത്തിലേക്ക് കണ്ണോടിച്ചാൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലേക്ക് കണ്ണോടിച്ചാൽ, ഇതിന് കാരണമായിട്ടുള്ള അനവധിയായ സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ടൊരു വീണ്ടെടുപ്പ് ആവശ്യമായി വന്നു? എന്തിന് നാം കരുത്തുള്ളവരാകണം? ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിനടിമപ്പെട്ട് വളരെയധികം പരിതാപകരമായ സ്ഥിതിയിലായിരുന്നു. അത്തരത്തിൽ പറയുന്ന ഒരുപാട് വചനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഞാൻ ഒരുപാട് വചനങ്ങളിലേക്ക് പോകുന്നില്ല. ജോയൽ പ്രവാചകന്റെ പുസ്തകമാണ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്നത്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ നാം കാണുന്നത് ദൈവജനത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയാണ്. അതിരൂക്ഷമായ ക്ഷാമം, അതിരൂക്ഷമായ മഹാമാരി, പകർച്ചവ്യാധികള്, അതിരൂക്ഷമായ യുദ്ധക്കെടുതികള്. ദൈവജനം തളർന്ന അവശരായിരിക്കുമ്പോഴാണ് ജോയൽ പ്രവാചകൻ അവിടെ വരുന്നത്. ജോയൽ പ്രവാചകന്റെ ഒരു വചനം മാത്രം മതി ജനത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കാൻ. 1-ാം അധ്യായം 4-ാമത്തെ വചനമാണ്. ഇപ്രകാരം പറയുന്നു, വീട്ടിൽ ശേഷിച്ചത് വെട്ടുകിളി തിന്നു, വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു, പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നു. അത്രയ്ക്ക് ഗതികേടിൻ്റെ, അത്രയ്ക്ക് രൂക്ഷമായ പരിതാപകരമായ അവസ്ഥയായിരുന്നു ജനത്തിൻ്റെത്. ജോയൽ പ്രവാചകൻ പറഞ്ഞു, ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള വഴി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? ഒരൊറ്റ വഴിയാണുള്ളത്, അനുതപിക്കുക, മാനസാന്തരപ്പെടുക. ദൈവജനം മാനസാന്തരപ്പെട്ടപ്പോഴ്, അനുതപിക്കുന്നത് കണ്ടപ്പോഴ് ജോയൽ പ്രവാചകൻ 2-ാം അധ്യായം 28-ാമത്തെ വചനത്തില് പ്രത്യാശയുടെ പ്രവചനം നടത്തുകയാണ്. അവരുടെ എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളുടെ മുഴുവൻ പൂർത്തീകരണം നടന്നത് രക്ഷാകരമായ ചരിത്രത്തിലാണ്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ഇടപെട്ടപ്പോഴാണ്, പെന്തക്കോസ്ത് അനുഭവത്തിലൂടെയാണ് ഈ പഴയ പ്രവചനങ്ങളുടെ മുഴുവൻ പൂർത്തീകരണം നടന്നത്. ഇനിയാണ് നമുക്ക് പൗലോസ് ലീഗ ഈ 2 കാര്യങ്ങളുടെ ആ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളോട് ആത്മീയ യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നത്. പൗലോസ് ലീഗയുടെ മുൻപിലുള്ളത് കർത്താവായ യേശുക്രിസ്തു നേടിയെടുത്ത വിജയമാണ്. പൗലോസ് ലീഗയുടെ മുൻപിലുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ
പെന്തക്കോസ്ത അനുഭവത്തിന്റെ അഭിഷേകമാണ്, സഭയ്ക്ക് ലഭിച്ച അഭിഷേകമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലിഹ ഇങ്ങനെ ആഹ്വാനം ചെയ്തത്, ഒരാത്മീയ യുദ്ധത്തിന് തയ്യാറെടുക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിലും അവിടുത്തെ ശക്തിയിലും കരുത്തുള്ളവരാകുക എന്നാണ്. പ്രിയപ്പെട്ടവർ, എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തിനു വേണ്ടിയാണ് കരുത്തുള്ളവരാകേണ്ടത്? എന്തിനു വേണ്ടിയാണ് നാം ശക്തി പ്രാപിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന്, ഇത് ഒരു വീണ്ടെടുപ്പാണ്. മാനവകുലത്തിൻ്റെ മുഴുവൻ വീണ്ടെടുപ്പാണ്. അതായത് ഈ കരുത്തിനെ നമുക്ക് ദൈവം നൽകുന്ന രക്ഷയായിട്ട് കാണാം. ഈ രക്ഷ ഒരു വീണ്ടെടുപ്പാണ് എന്ന് പറഞ്ഞാൽ സാൽവേഷൻ ഈസ് റിഡംഷൻ, ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പ്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, കർത്താവിൻ്റെ ശക്തിയിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നാം എല്ലാവരും, ദൈവജനം മുഴുവൻ ജ്ഞാനം കൊണ്ട് പ്രകാശിതരാകണം. സാൽവേഷൻ ഈസ് ഇലുമിനേഷൻ, ജ്ഞാനാഭിഷേകം കൊണ്ട് ദൈവജനം മുഴുവൻ നിറയണം. മൂന്നാമത്തെ പോയിന്റ്, പ്രിയപ്പെട്ടവര്, വിശുദ്ധ പൗലോസ്ലിഹയുടെ ദൈവവചനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സാൽവേഷൻ ഈസ് ജസ്റ്റിഫിക്കേഷൻ, നീതിമൽക്കരിക്കപ്പെടുക, ലോകം മുഴുവൻ നീതീകരിക്കപ്പെടുക. നാലാമത്തേത്, ഈ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ കരുത്തുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ദൈവജനം മുഴുവൻ ദൈവീകരായി മാറുക. സാൽവേഷൻ ഈസ് ഡിവിനൈസേഷൻ. പ്രൈസ് ദ ലോർഡ്. ഈ 4 പോയിന്റുകളെ ധ്യാനിച്ചുകൊണ്ട് നമുക്കിനി ഒന്നാമത്തെ പോയിന്റിലേക്ക് തന്നെ മടങ്ങി വരാം. വീണ്ടെടുപ്പ്, ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണല്ലോ ഒന്നാമത്തെ പോയിന്റിൽ നാം പറഞ്ഞത്. അപ്പോൾ എന്തിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയുടെ പ്രഭാവത്തിലും നാം കരുത്തുള്ളവരാകുക എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെടുക എന്ന് പറയുകയുണ്ടായി. എന്തിൽ നിന്നാണ് നാം വീണ്ടെടുക്കപ്പെടേണ്ടത്? ഒന്നാമത്തേത് ശാപത്തിൽ നിന്നുള്ള വീണ്ടെടുക്കലാണ്. മാനവകുലത്തിൻ്റെ മേലുള്ള ശാപത്തിൽ നിന്നുള്ള വീണ്ടെടുക്കല്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വചനം, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തില് ദൈവീകമായ കൽപ്പനകൾക്ക് പകരം നിയമങ്ങളും നിയമസംഹിതകളും കൊണ്ട് നിറഞ്ഞപ്പോൾ നിയമം ലംഘിക്കുന്നത് അവിടെ പാപമായി മാറുകയും ദൈവജനം നിയമത്തിൻ്റെ അടിമയായിട്ട് മാറി. എന്നാൽ കർത്താവിൻ്റെ കൃപയിലും ശക്തിയിലും കരുത്തുള്ളവരാകാനുള്ള ആഹ്വാനത്തിന് നമുക്ക് ലഭിക്കുന്ന ശക്തി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ സകലവിധ ശാപങ്ങളിൽ നിന്നും നാം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. രണ്ടാമത്തേത് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുക്കലാണ്. പാപത്തിൽ നിന്നുള്ള വീണ്ടെടുക്കല് നമുക്കറിയാം. ആദ്യ മാതാപിതാക്കന്മാര് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് അവർ പാപം ചെയ്തപ്പോൾ സാത്താൻ അവരുടെ മേൽ പിടിമുറുക്കി. ഇനി അവർക്ക് രക്ഷ ലഭിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ്. ആയതിനാൽ നാം കരുത്തുള്ളവരാകേണ്ടത് അവൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യത്തിലാണ് ദൈവജനം കരുത്തുള്ളവരാകേണ്ടത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വചനം, യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിടിയിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സ്നാപകയോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ നാം കരുത്തുള്ളവരാകുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ കുദാശയാൽ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് കരുത്തുള്ളവരായി തീരുക. മൂന്നാമത്തെ പോയിന്റ്, എന്തിൽ നിന്നാണ് മാനവകുലം വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നത്? അവർ കരുത്തുള്ളവരാകേണ്ടത് മരണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ്. സാൽവേഷൻ ഈസ് റിഡംഷൻ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ എന്തിൽ നിന്നുള്ള രക്ഷയാണ്?
മരണത്തിൽ നിന്നുള്ള രക്ഷയാണ്. യേശു ക്രിസ്തു തൻ്റെ മരണം കൊണ്ട് ഈ ലോകത്തിലെ മരണത്തെ നിർമാർജനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, അല്ലയോ മരണമേ നിന്റെ വിജയകുടീരം എവിടെ? ഇനി നിന്നെ ഞങ്ങൾക്ക് ഭയമില്ല. കാരണം കർത്താവ് യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ മരണത്തെ തോൽപ്പിച്ച് മരണമല്ല അവസാനമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. 2 തിമോത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വചനം, അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും നമുക്ക് നൽകി. യേശു തൻ്റെ സുവിശേഷത്തിലൂടെ നമുക്ക് ജീവനും അനശ്വരതയും നൽകി. അപ്പം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വചനത്തിൽ പറയുന്നത്, ഈ വീണ്ടെടുപ്പിലേക്ക് അതിൽ കരുത്തുള്ളവരാകുക. അപ്പം ശാപത്തിൽ നിന്നുള്ള മോചനത്തിലൂടെ കരുത്തുള്ളവരാകുക, പാപത്തിൽ നിന്നുള്ള മോചനത്തിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് കരുത്തുള്ളവരാകുക, മരണത്തിൻ്റെ പിടിയിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് കരുത്തുള്ളവരാകുക. അതാണ് നമുക്ക് 1-ാമത്തെ പോയിന്റിൽ സാൽവേഷൻ ഈസ് റിഡംഷൻ എന്നുള്ള ആ ഒരു ദൈവശാസ്ത്ര ചിന്ത. 2-ാമത്തേത് എന്തിലാണ് നാം കരുത്തുള്ളവരാകേണ്ടതെന്ന് നാം ധ്യാനിക്കുകയുണ്ടായി. 2-ാമത്തേത് ദൈവജനം ദൈവിക ജ്ഞാനത്താൽ പ്രകാശിതരാകുക, അങ്ങനെ കരുത്തുള്ളവരാകുക. ദൈവിക ജ്ഞാനം കൊണ്ടും ദൈവിക കൃപകൾ കൊണ്ടും ദൈവിക വരങ്ങൾ കൊണ്ടും നാം കരുത്തുള്ളവരാകുക. പാപം ചെയ്തത് മൂലം ആദ്യ മാതാപിതാക്കന്മാർക്ക് എന്താണ് സംഭവിച്ചത്? അവരുടെ ആന്തരിക നയനങ്ങളിൽ ഇരുള് ബാധിച്ചു. അതുകൊണ്ട് അവർക്ക് ദൈവത്തെ കാണാൻ സാധിച്ചില്ല. ദൈവിക കൽപ്പനകളുടെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. ആയതിനാൽ അവരുടെ വഴികള് പാപത്തിൻ്റെ വഴികളായി മാറി, സ്വാർത്ഥതയുടെ വഴികളായി മാറി, അഹങ്കാരത്തിൻ്റെ വഴികളായി മാറി. ബാബേൽ ഗോപുരം തകർന്ന കഥകളൊക്കെ നമുക്കറിയാം. കാരണം അവരിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ ഉടയവൻ അവരിൽ നിന്ന് അകന്നുപോയി. ആയതിനാൽ ദൈവജനം ഇന്ന് കരുത്തുള്ളവരാകാൻ കർത്താവിൻ്റെ നാമത്തിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകാനുള്ള പൗലോസ്ലീഹയുടെ ആഹ്വാനം, പ്രിയപ്പെട്ടവരെ, ദൈവജനം ദൈവീക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ഈ ലോകത്തിലെ കണ്ണുകൾ കാണുന്നതിനപ്പുറം കണ്ടുകൊണ്ടും ഈ ലോകത്തിലെ കാതുകൾ കേൾക്കുന്നതിന് അപ്പുറം കേൾക്കുന്നതിനുമുള്ള തുറവിയും വിശുദ്ധിയും ഉയർച്ചയും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും ആത്മീയ യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും അവിടുത്തെ ശക്തിയായ പരിശുദ്ധാത്മാവിലും കരുത്തുള്ളവരാകാൻ ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്. യഥാർത്ഥ ദൈവത്തെ അവർക്ക് തിരിച്ചറിയാൻ, ആദ്യ മാതാപിതാക്കന്മാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളെ അവർ ഉപേക്ഷിച്ചു. എന്നാൽ അന്ധകാരത്തിൽ നിന്ന്, ഇരുളിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ ശക്തി നമ്മെ രക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ജ്ഞാനം ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, മാമോദീസയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരുത്തിൽ ജ്ഞാനമുള്ളവരായി തീരുക. എന്താണ് ജ്ഞാനം കൊണ്ട് കർത്താവ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്? ആരാണ് ദൈവമെന്ന് നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ ദൈവത്തെ കാണാൻ നമുക്ക് സാധിച്ചു. ആരാണ് ദൈവം? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. യേശു ക്രിസ്തു പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ രൂപഭാവങ്ങളെക്കാൾ അപ്പുറം ആരാണ് ദൈവം എന്ന് ത്രിത്വൈക ദൈവത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. നീ മാമോദീസ സ്വീകരിച്ചിരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്താലാണ്. ആ ശക്തിയാൽ നീ കരുത്തുള്ളവനാകുക, കരുത്തുള്ളവളാകുക. 2-ാമത്തേത്, ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ജ്ഞാനം, ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ഈ ഒരു അറിവ് ഇത് പുസ്തകത്താളിലൂടെ ലഭിക്കുന്നതല്ല. ഓരോ ക്രിസ്ത്യാനിയുടെ അഭിഷേകമാണ്, ഓരോ ക്രിസ്ത്യാനിയുടെ അനുഭവമാണ്. ദൈവ ക്രിസ്തു നൽകുന്ന ജ്ഞാനം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ദൈവം സ്നേഹമാണെന്നുള്ള വലിയ ദൈവശാസ്ത്രത്തിലേക്കാണ്. അപ്പം അതുകൊണ്ട് നാം ഇന്ന് ദൈവത്തെ ഭയപ്പെടേണ്ട. നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമല്ല,
നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തിയാൽ കരുത്തുള്ളവരാകാൻ പൗലോസ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി മൂന്നാമത്തെ എന്തിൽ നിന്നാണ് നാം കരുത്തുള്ളവരാകേണ്ടത്? എന്തിനു വേണ്ടിയാണ് കരുത്തുള്ളവരാകേണ്ടത്? മൂന്നാമത്തേത്, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകുക എന്നാൽ ദൈവജനം ദൈവീകരായി മാറുക. ദൈവജനം ദൈവീകരായി മാറുക. അതായത് ഇനി മുതൽ നാം ദാസന്മാരല്ല, ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, പുത്രിമാരാണ്. ആദ്യം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് നഷ്ടപ്പെട്ടത് അവൻ്റെ ഉള്ളിലുള്ള ആത്മീയ ജീവനാണ്, അവനുള്ളിലുള്ള ദൈവീകതയാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ അവൻ്റെ അകൃത്യങ്ങൾ നിമിത്തം, അവൻ്റെ ദുഷ്ടത നിമിത്തം അവനിലുള്ള ദൈവീകത, അവനിലുള്ള ദൈവീക ജീവൻ അവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ അവനിലുള്ള ദൈവീകത നഷ്ടപ്പെട്ടു. അപ്പോൾ നാം വീണ്ടും കരുത്തുള്ളവരാകാൻ, ആത്മാവിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും കരുത്തുള്ളവരാകുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ആ ദൈവീകതയെ, ആ ഡിവിനൈസേഷനെ ഒരിക്കൽ കൂടെ നമ്മളിലേക്ക് കൊണ്ടുവരുവാനുള്ള ആഹ്വാനമാണ് ക്രിസ്തുവിലൂടെ ദൈവജനത്തിന് വീണ്ടും ലഭിക്കുന്നത്. ഇത് പുത്രസ്വീകാര്യതയാണ്. ഗലാത്യരുടെ പുസ്തകം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ മക്കളായതുകൊണ്ട്, ദാസീദാസന്മാരല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. നോക്കിക്കേ, നാം ദൈവത്തിൻ്റെ മകനും മകളും കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആയിത്തീരുമ്പോൾ ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചത് യേശുവാ. ആ യേശുവിൻ്റെ ആത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് ഗലാത്തി 4:5-7 നമ്മളെ പഠിപ്പിക്കുകയാണ്. ആകിയാൽ ഇനി നീ ദാസനല്ല, പിന്നെയോ നീ പുത്രൻ എന്ന് വിളിക്കപ്പെടും, നീ പുത്രി എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് പുത്രന്, പുത്രിക്ക് ലഭിക്കുന്ന അവകാശം, സ്വർഗരാജ്യത്തിൻ്റെ അവകാശം, അത് നിനക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്ലീഹ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിലും കരുത്തുള്ളവരാകാൻ നമ്മളെ ക്ഷണിക്കുമ്പോൾ സ്വർഗത്തിന് അവകാശികളാകാനുള്ള വലിയ ഒരു ദൈവവിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവീകരായി തീരാനുള്ള ദൈവവിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആയതിനാൽ ഇനി മുതൽ ഞാൻ ദാസനല്ല, ദാസിയല്ല, ദൈവത്തിൻ്റെ ദത്തുപുത്ര സ്ഥാനത്തിലേക്ക്, ദത്തുപുത്രി സ്ഥാനത്തിലേക്ക് ദൈവം നമ്മെ എടുത്ത് ഉയർത്തിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്കാണ്, വിജയം നേടാനുള്ള ഒരു യുദ്ധത്തിലേക്കാണ് പൗലോസ്ലീഹ ആത്മീയ യുദ്ധത്തിലൂടെ എന്നെയും നിങ്ങളെ ക്ഷണിക്കുന്നത്. പ്രൊക്ലമേഷൻ കമ്മീഷന്റെ ഈ ഒരു വചന ശുശ്രൂഷയിലൂടെ, ആത്മീയ യുദ്ധ ശുശ്രൂഷയിലൂടെ കത്തോലിക്ക സഭ നമ്മെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് കോവിഡാനന്തര ഒരു വലിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ ദൈവം വിളിക്കുന്നത് നാം ദൈവമകനും ദൈവമകളുമാകാനുള്ള ആ വലിയ ഉയർച്ചയിലേക്ക് കരുത്തുള്ളവരാകാൻ, അതിൻ്റെ അഭിഷേകം നേടാൻ, അതിൻ്റെ കൃപയാൽ ജ്വലിക്കാൻ, ആ കൃപയാൽ വളരാനുള്ള വലിയൊരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 4-ാമത്തെ പോയിന്റ്, അതായത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും കരുത്തുള്ളവരാകുക എന്ന് പറഞ്ഞാൽ നാം നീതിമൽക്കരിക്കപ്പെടുക എന്നാണ് അർത്ഥം. സാൽവേഷൻ ഈസ് ജസ്റ്റിഫിക്കേഷൻ. പഴയ നിയമത്തിലെ ജസ്റ്റിഫിക്കേഷൻ അല്ല. കാൽവരി മലയിൽ നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങിക്കിടന്ന് ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കിക്കൊണ്ട് നമുക്ക് നേടിത്തന്ന ജസ്റ്റിഫിക്കേഷൻ. 1 മൈൽ നടക്കാൻ പറയുന്നവനോടൊപ്പം 2 മൈൽ നടക്കുന്നവന്റെ ജസ്റ്റിഫിക്കേഷൻ.
തൻ്റെ ഉടുപ്പ് ചോദിക്കുന്നവന് പുറങ്കുപ്പായം ഉരിഞ്ഞു കൊടുക്കുന്ന ജസ്റ്റിഫിക്കേഷൻ, തൻ്റെ ഇടത് ചെവിക്ക് അടിക്കുന്നവന് മറുചകിട് കാണിച്ചു കൊടുക്കുന്ന ജസ്റ്റിഫിക്കേഷനിലേക്ക് വളരാനുള്ള ആത്മീയ കരുത്തും ആത്മാവിൻ്റെ വളർച്ചയിലേക്കുമാണ് ഈ ശ്ലീഹ ഈ വചനത്തിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ ആത്മീയ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ആദ്യ ദിവസം തന്നെ നമ്മുടെ വിചിന്തനത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുന്നത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വചനം, കർത്താവിലും അവിടുത്തെ ശക്തിയിലും നാം കരുത്തുള്ളവരാകുക. അതിൻ്റെ പ്രഭാവത്തിൽ, അതിൻ്റെ കൃപയിൽ, അതിൻ്റെ അഭിഷേകത്തിൽ കൃപയുള്ളവരാകുക. ഇത് രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പഠിപ്പിച്ചു. രക്ഷ എന്ന് പറയുന്നത് മാനവകുലത്തിൻ്റെ മുഴുവൻ വീണ്ടെടുപ്പാണെന്ന് പഠിപ്പിച്ചു. ആ വീണ്ടെടുപ്പ് ഏതിൽ നിന്നുള്ള വീണ്ടെടുപ്പുകളാണെന്ന് നാം ധ്യാനിച്ചു. ഒന്നാമത്തേത് ശാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണെന്ന് പറഞ്ഞു. രണ്ടാമത്തേത് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണെന്ന് പറഞ്ഞു. മൂന്നാമത്തേത് മരണത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് കരുത്തുള്ളവരാകുക എന്ന് പറഞ്ഞു. ഇതിൻ്റെ രക്ഷയുടെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, നാം ജ്ഞാനം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ കൊണ്ട് കരുത്തുള്ളവരാകാൻ, ജ്ഞാനത്തിലൂടെ ദൈവത്തിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാനും യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാനും ഉള്ള കൃപ ലഭിക്കുന്നതിനെ കുറിച്ച് നാം ധ്യാനിച്ചു. മൂന്നാമത്തേത്, നാം ദൈവീകരാകാൻ, ദൈവമക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ്, അതിൽ കരുത്തുള്ളവരാകാൻ, സ്വർഗരാജ്യം സ്വന്തമാക്കുന്നതിൽ കരുത്തുള്ളവരാകാൻ എന്ന് ധ്യാനിച്ചു. നാലാമത്തേത്, യേശു ക്രിസ്തുവിൻ്റെ നീതിശാസ്ത്രം, ജസ്റ്റിഫിക്കേഷൻ, ഈ ലോകത്തിന് മനസ്സിലാക്കാത്ത ജസ്റ്റിഫിക്കേഷൻ, കാൽവരി മലയിൽ മരിച്ചുകൊണ്ട് നേടിയെടുത്ത ജസ്റ്റിഫിക്കേഷൻ, നീതിമൽക്കരിക്കപ്പെടല്, അതിൽ കരുത്തുള്ളവരാകാനായിട്ട് പഠിപ്പിച്ചു. ഇനി നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ആ കോണ്ടെക്സ്റ്റിലേക്ക് വരാം. പ്രത്യേകിച്ച് നാം എത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണെന്ന് കടന്നു പോകുന്നത്. നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും എന്താണ് നാം കാണുന്നത്? വിശ്വാസത്യാഗം. പലരും വിശ്വാസം ഇട്ടെറിഞ്ഞേച്ച് പോകുന്നു. പലർക്കും വിശ്വാസ കുറവുകൾ, അതാണ് ഇന്ന് നാം നേരിടുന്നത്. രണ്ടാമത്തേത്, വിശുദ്ധ കുർബാനയോടുള്ള ദൂഷണം, കുർബാന ഉപയോഗിച്ചുകൊണ്ടുള്ള സാത്താൻ സേവകൾ, പരിശുദ്ധ കുർബാനയുടെ ദുരുപയോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ലോകം മുഴുവനും. മൂന്നാമത്തേത് ദൈവദൂഷണമാണ്. അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം ദൈവത്തെയും ദൈവകൽപ്പനകളെയും നിഷേധിക്കുന്ന, താഴ്ത്തിക്കെട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം ഇന്ന് കടന്നു പോവുകയാണ്. നാലാമത്തേത് അഹങ്കാരത്തിൻ്റെ ഒരു ലോകമാണ്. ഞാൻ എന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. ഇന്ന് അഞ്ചാമത്തേത് അമിതമായ ജഡികാസക്തിയുടെ കാലഘട്ടമാണ്. ധാർമ്മികതകളെല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അബോർഷനും വിവാഹ ഇതര ബന്ധങ്ങൾക്കൊക്കെ, വ്യഭിചാരങ്ങൾക്കൊക്കെ പാപബോധമില്ലാത്ത അവസ്ഥയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അസൂയയുടെ ഒരു കാലഘട്ടം. സഹോദരന് സഹോദരനോട് അസൂയ, അപ്പന് അമ്മയോട് അസൂയ, അയൽവാസിക്ക് അയൽവാസിയോട് അസൂയ, സഭകൾക്ക് സഭകളോട് അസൂയ. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അമിതമായ ദ്രവ്യാസക്തി, അമിതമായ വിഷയാസക്തി, അമിതമായ ജഡികാസക്തി, ഇവയ്ക്കൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ദൈവ ശുശ്രൂഷകരെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ലോകം മുഴുവനും. വചന ശുശ്രൂഷകരെ, വചന പ്രഘോഷകരെ, ദൈവ ശുശ്രൂഷകരെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. മാതാപിതാക്കൾ ഉപദ്രവിക്കുന്ന കാലഘട്ടം, മാതാപിതാക്കളെ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെ മാനവകുലം മുന്നോട്ട് പോവുകയാണ്. ദൈവത്തോടും വിശുദ്ധ വസ്തുക്കളോടുമുള്ള അവജ്ഞയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് സാത്താന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സാത്താന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 12ാമത്തേത് കടുത്ത നിരാശയുടെ ഒരു കാലഘട്ടം, ഡിപ്രഷൻ, വിഷാദ രോഗങ്ങളുടെ ഒരു കാലഘട്ടം. വിഷാദ രോഗങ്ങൾ ഇന്ന് മാനവകുലത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സംശയരോഗങ്ങളുടെ ഒരു കാലഘട്ടം, നീരസങ്ങളുടെ ഒരു കാലഘട്ടം, ആത്മഹത്യകളുടെ പ്രവണതകൾ പെരുകുന്ന ഒരു കാലഘട്ടം.
എന്തിനും ഏതിനും ദൈവം തന്ന ജീവനെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ, പിന്നെ മനുഷ്യൻ അപകടം പതിയിരിക്കുന്ന ഇടങ്ങളിലേക്കുള്ള അവൻ്റെ എടുത്തുചാട്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണിത്. മദ്യാസക്തി, മയക്കുമരുന്ന്, ഇവയുടെ ഒരു കാലഘട്ടമാണ്. അതിനേക്കാൾ ഉപരിയാണ് അസഹിഷ്ണുത. മതങ്ങളുടെ പേരിലുള്ള അസഹിഷ്ണുത, രാജ്യത്തിൻ്റെ പേരിലുള്ള അസഹിഷ്ണുത, വർഗത്തിൻ്റെ പേരിലുള്ള അസഹിഷ്ണുത, റീത്തിൻ്റെ പേരിലുള്ള അസഹിഷ്ണുത, അതെല്ലാം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദുർമോഹങ്ങളുടെ ഒരു കാലഘട്ടമാണ്. കുടുംബ തകർച്ചകളുടെ ഒരു കാലഘട്ടമാണ്. ഇന്ന് യുവദമ്പതികൾക്ക് ഒരു നല്ല അപ്പനാകാൻ പറ്റാത്ത ഒരു കാലഘട്ടം, നല്ലൊരു അമ്മയാകാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം, നല്ലൊരു ഭർത്താവാകാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം, നല്ലൊരു ഭാര്യയാകാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ വസ്തു തർക്കവും സ്വത്ത് തർക്കത്തിൻ്റെ കാലഘട്ടം, ബാധകൂടലിൻ്റെയും പൈശാചിക പീഡകളുടെയും ഒരു കാലഘട്ടം. അപ്പോൾ നാം ആദ്യം പഴയ നിയമത്തിലെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. ക്രിസ്തു രക്ഷാകര ചരിത്രത്തിലൂടെ ഈ വചനം എങ്ങനെ സാക്ഷാത്കരിക്കപ്പെടുന്നതിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും കരുത്തുള്ളവരാകുമ്പോൾ ഈ ആധുനിക ലോകത്ത് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാനയെ മുറുകെ പിടിച്ചുകൊണ്ട്, വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, നമ്മുടെ കാർന്നന്മാര് നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസത്തെ, ആ ദൈവിക ജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിലും കരുത്തുള്ളവരാകാൻ, ജീവിതത്തിൽ കരുത്തുള്ളവരാകാൻ, മസിലിൻ്റെ കരുത്തല്ല, മനസ്സാക്ഷിയുടെ കരുത്ത്, ദൈവം നൽകുന്ന കരുത്ത്, ആധുനിക ലോകത്തിലെ തിന്മകളെ അതിജീവിക്കാൻ കർത്താവിൻ്റെ ശക്തിയാലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകാനുള്ള ആഹ്വാനം. കാരണം ദൈവം ഒരു മനുഷ്യനും നശിക്കപ്പെടരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനും നരകത്തിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലോകത്തിന് ലഭിച്ച രക്ഷ മാനവകുലത്തിന് മുഴുവൻ രക്ഷ പ്രാപിക്കാൻ ഉതകത്തക്ക തരത്തിലാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ സാത്താന്റെ ശക്തികളെയും തിന്മയുടെ ശക്തികളെയും തോൽപ്പിക്കാൻ വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും അവൻ്റെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവരാകാനുള്ള ആഹ്വാനമാണ് വിശുദ്ധ പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങൾ. അതിൽ നാം ഇന്ന് ധ്യാനിച്ചത് 10ാമത്തെ തിരുവചനമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രൊക്ലമേഷൻ കമ്മീഷനിലൂടെ വചനപ്രഘോഷകര് പൗലോസ്ലീഹ നൽകുന്ന ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കും. ഞാൻ മേൽ സൂചിപ്പിച്ച ഈ കാലഘട്ടത്തിലെ തിന്മകളെ അതിജീവിക്കാൻ അങ്ങനെ കൃപയുള്ളവരും വരമുള്ളവരും അഭിഷേകമുള്ളവരുമായി തീരാൻ, ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ആഗോള കത്തോലിക്ക സഭയ്ക്ക്, കേരള സഭയ്ക്ക് കരുത്തുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന.
ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമേ കർത്താവേ, ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ഒരുമിച്ച് പാടാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. യേശുവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരുമിച്ച് പറയാമോ? ഹാലേലൂയ, ഹല്ലേലൂയ, ഹാലേലൂയ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒന്ന് പറഞ്ഞേ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ ആരാധന. യേശുവേ ആരാധന. ക്രിസ്തുവിൽ ഏറെ സ്നേഹമുള്ളവരെ, നാം ഇന്ന് വചന ശുശ്രൂഷയിലൂടെ കേട്ട വചനം ദൈവത്തിൻ്റെ ശക്തിയിൽ കരുത്തുള്ളവരായി നമുക്ക് എങ്ങനെ ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കാമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരുത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ കരുത്തിൽ പ്രാഭവമുള്ളവരായി തീരാൻ നമ്മൾ വചന ശുശ്രൂഷയിലൂടെ കേൾക്കുകയായിരുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലായിരുന്നു അല്പസമയം ഈശോയെ ആരാധിച്ച് നാം എങ്ങനെയാണെന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരുത്തോടുകൂടെ ജീവിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സാത്താൻ്റെ, പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെ ചെറുക്കാനും കീഴടക്കാനും പറ്റും. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഈശോയെ മഹത്വം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയാൻ നിരന്തരം തൻ്റെ തന്ത്രങ്ങളുമായി പിശാച് നമ്മുടെ ചുറ്റുമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം അധ്യായം 27 10 തിരുവചനം. പ്രഭാഷകൻ പറയുകയാണ്, സിംഹം ഇരയ്ക്കു വേണ്ടി പതിയിരിക്കുന്നു, അതുപോലെ പാപം പാപിയെ കാത്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ അധ്യായം 4 നാം വായിക്കുന്നുണ്ട്, പാപം നിന്റെ വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നുണ്ടെന്ന് നീ ഓർക്കണം, അവസരം കിട്ടിയാൽ അത് നിന്നെ കീഴടക്കി കളയും. പത്രോസ് അപ്പസ്തോലൻ അതുകൊണ്ടാണ് പറയുക, അലറുന്ന സിംഹത്തെ പോലെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ ശത്രുവായ പിശാച് ദാ ചുറ്റി കിടക്കുന്നു, അവൻ ആരെ വിഴുങ്ങണമെന്നുള്ള ആലോചനയിലാണ്. അതിനാൽ ദൈവത്തിൻ്റെ പ്രിയമക്കളെ, ഈ പിശാചിൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. പുറമെ മധുരകരമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അതിൻ്റെ പിന്നിൽ ചതിക്കുഴിയുമായി നമ്മെ കാത്തിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ ഗൗരവമല്ല എന്ന് തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളും ദുഷ്ടാരൂപി നമ്മെ വീഴ്ത്താനായിട്ട് തന്ത്രപൂർവ്വം ഇങ്ങനെ ഒരുക്കിയിരിക്കുക. അതുകൊണ്ടാണ് ഉത്തമഗീതത്തിൻ്റെ പുസ്തകത്തിൽ അധ്യായം 2 15 തിരുവചനം ഇങ്ങനെയാണ് ഉത്തമഗീതത്തിൻ്റെ ഗ്രന്ഥകർത്താവ് എഴുതി വെക്കുക, നിന്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, എന്നിട്ടൊരു കോമ ഇട്ട് വചനം കൂട്ടിച്ചേർക്കും, ആ ചെറു കുറുക്കന്മാരെ, അതായത് മുന്തിരിത്തോട്ടത്തിൻ്റെ വേലികൾക്ക് യാതൊരു കോട്ടവും സംഭവിക്കാതെ അതിൻ്റെ അടിയിലൂടെ ചെറിയ ദ്വാരങ്ങളിട്ട് അകത്ത് കയറി മുന്തിരി ഭക്ഷിക്കുന്ന ചെറു കുറുക്കന്മാരെ നീ സൂക്ഷിച്ചു കൊള്ളണം. കാരണം നിന്റെ മുന്തിരിത്തോപ്പ് പൂത്തുലയാൻ പോവുകയാണ്. നാം ഇതാ ദൈവത്തിൻ്റെ സ്നേഹത്തെ ആവോളം അനുഭവിച്ച് ആധ്യാത്മിക ജീവിതത്തിലെ പൂർണ്ണത പ്രാപിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമെന്നൊന്ന് കാണുമ്പോൾ പിശാച് കുടില തന്ത്രങ്ങളുമായി നമ്മുടെ അടുക്കൽ വരും. പലപ്പോഴും പിന്നെ ചെയ്യാമെന്നുള്ളൊരു തോന്നൽ, നാളെ പ്രാർത്ഥിക്കാം, ഇന്ന് ക്ഷീണമാണ് എന്നുള്ളൊരു തോന്നൽ, അത് സാരമില്ല, ഈ കാര്യമൊക്കെ എനിക്ക് നന്നാക്കാവുന്നതേ ഉള്ളൂ, ഇനി ആരുടെ ഉപദേശമൊന്നും ചേരേണ്ട ആവശ്യമില്ല, ധ്യാനത്തിനൊന്നും പോകണ്ട, എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ദുഷ്ചിന്ത
ദൈവം എന്നെ സ്നേഹിക്കാനൊന്നുമില്ല, ഇത്രയൊക്കെ ആയി. അങ്ങനെ ഒരു നിരാശയുടെ ഒരവസ്ഥ പിശാച് നമ്മെ വീഴ്ത്താനായിട്ട് ഉപയോഗിക്കുന്ന കുടിലതന്ത്രങ്ങളാണ്. ഒരുമിച്ചൊന്ന് പറയാമോ? ഹാലലൂയ, ഈശോയെ നന്ദി. ശക്തിയോടെ ഒന്ന് പറഞ്ഞേ ഹാലലൂയ, ഈശോയെ ആരാധന. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ, നമ്മൾ പാപത്തിന്റെ സാഹചര്യത്തെ തുടക്കത്തിൽ തന്നെ നമ്മൾ വേരോടെ പിഴുതു കളയണം. അച്ഛൻ പറയട്ടെ, അച്ഛൻ്റെ മുറിയിൽ വല്ലാത്തൊരു ഗന്ധം, ഒരു എലി ചത്ത് കിടക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്യും? ഒരു റൂം സ്പ്രേ വാങ്ങിച്ച് ഈ എലിയുടെ മേത്ത് അടിച്ചാൽ മതിയോ? അതോ കുറച്ച് പെർഫ്യൂം എടുത്ത് ആ റൂം മുഴുവൻ അടിച്ചാൽ മതിയോ? അല്ലെങ്കിൽ കുറച്ച് പെർഫ്യൂം അച്ഛനടിച്ച് അച്ഛൻ്റെ മുഖത്തും മേലിലൊക്കെ അടിച്ചാൽ മതിയോ? മാസ്ക് വെക്കുന്ന കാലമാണ്. ഇനി ഒരു മാസ്ക് വെച്ച് അച്ഛൻ നടന്നാൽ മതിയോ? പോരാ. എന്ത് ചെയ്യണം? എലിയെ അത് ദുർഗന്ധം പുറപ്പെടുവിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്ത് ഞാൻ ദൂരേക്ക് കളയണം. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. പാപത്തിൻ്റെ വേര് ആധ്യാത്മികമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന, അത് ലഘുപാപമാകട്ടെ മാരകപാപമാകട്ടെ, പാപത്തിൻ്റെ വേര് നാം വേരോടെ പിഴുതു കളയണം. നാം ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുന്നത് ഇപ്രകാരമാണ്. ഏതെല്ലാം തലങ്ങളിൽ നമ്മുടെ പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ പിശാച് തൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇത് സാരമില്ല എന്ന് നാം കരുതുന്ന ചില കാര്യങ്ങൾ വഴി നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ടോ, നാം ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ പ്രാർത്ഥനയോടെ അതിൻ്റെ വേര് പിഴുതു കളയാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ഈശോയെ സ്തുതിച്ചൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ, ഈശോയെ ആരാധന. ദിവ്യകാരുണ്യനാഥ, ഈ നല്ല ദിനത്തിൽ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. സന്തോഷകരമായ ഒരു ആധ്യാത്മിക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന, ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കാനായിട്ട് എന്നെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പാപങ്ങളുടെ വേരുകളും പിഴുതുകളയാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുന്നു. ജന്മപാപത്താല് തന്നെയുള്ള പാപത്തിന്റെ സാഹചര്യത്തിലേക്കുള്ള വേരുകൾ നശിപ്പിക്കപ്പെടണം. തഴക്കദോഷങ്ങളാൽ വന്നിട്ടുള്ള പാപത്തിന്റെ വേര് കടയോടെ പിഴുതെടുക്കപ്പെടണം. കുടുംബപരമായി പാപത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെയാണ് ഞാൻ കടന്നുപോയിരിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ആ പാപത്തിന്റെ സ്വാധീനം നശിപ്പിക്കപ്പെടണം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ വചനം ദൈവത്തിന്റെ മക്കൾക്ക് നൽകുന്ന ഒരു ദൂത് അച്ഛൻ ഒന്ന് പങ്കുവെക്കുകയാണ്. ലൂക്കാ സുവിശേഷം അധ്യായം 9 1-ാം തിരുവചനം. യേശു 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് സകല പിശാചുക്കളുടെ മേലും അവർക്ക് അധികാരം കൊടുത്തു. എന്നിട്ട് അവരോട് പറയും, നിങ്ങൾ എല്ലാ സ്ഥലത്തും പോകണം, രോഗങ്ങൾ സുഖപ്പെടുത്തണം, പിശാചുക്കളെ ബഹിഷ്കരിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ഭയന്നിരിക്കുകയാണ്. ശരിക്കും അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം ദൈവത്തിനാണ്. ദൈവം ആ അധികാരം മനുഷ്യർക്ക് മേൽ കൊടുത്തു എന്ന വചനം പറയുക. യേശുവിൻ്റെ നാമത്തിൽ കുരിശിൻ്റെ അടയാളത്താൽ പിശാചുക്കളെ ശാസിക്കുമ്പോൾ അന്ധകാര ശക്തികൾ വിട്ടുമാറുമെന്ന വചനം നമ്മെ പഠിപ്പിക്കുക. പക്ഷേ നമ്മളിന്ന് പിശാചുക്കളെ ഭയന്നിരിക്കുക. പൈശാചിക പീഡകളെ ഭയം, രോഗത്തെ ഭയം, നിരാശയെ ഭയം, തകർച്ചയെ ഭയം, കൂടോത്രം, മന്ത്രവാദം, ദുഷ്കർമ്മങ്ങൾ, ആഭിചാരക്രിയകൾ, ഇവയൊക്കെ ഭയന്ന് 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 പിശാചിനെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദൈവമായി കരുതുക. ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോട് സംഭാഷിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ മറന്നു പോകുന്നു. നമ്മളിന്ന് ഈശോയുടെ മുൻപിൽ, ദൈവമേ, എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ തകർക്കുന്ന പിശാചിൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും തകർത്ത് കളയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ സാധിക്കുമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈശോ നമ്മോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട മകനെ, എൻ്റെ മകളെ, ഈ പിശാചിൻ്റെ മേൽ, ദുഷ്ടാരൂപിയുടെ മേൽ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ലൂക്കാ സുവിശേഷം അധ്യായം 10-19 തിരുവചനം. ഇതാ, പാമ്പിന്റെ മേല്, തേളിന്റെ മേല് ഞാൻ നിനക്ക് അധികാരം തരുന്നു. നീ അവയുടെ മേല് ചവിട്ടി നടക്കുക, അവ നിന്നെ ഉപദ്രവിക്കുക പോലുമില്ല. പിശാചുകളെ ആട്ടിപ്പായിക്കാൻ, പിശാചുകളെ ബന്ധിക്കാൻ, പിശാചുകളെ കെട്ടിയിടാൻ തന്റെ മകനും മകൾക്കും ദൈവമായ കർത്താവ് അധികാരം കൊടുത്തിരിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഗായക സംഘത്തോട് ചേർന്ന് ഒരുമിച്ച് ഗാനം ആലപിച്ച് ദൈവത്തിന് നന്ദി പറയാം. യാക്കോബ അപ്പോസ്തലൻ പറയും, ഭയപ്പെടരുത്, 4-ാം തിരുവചനം, പിശാചിനെ ചെറുത്തു നിൽക്കണം, അപ്പോൾ അവൻ നിന്നെ ഭയന്ന് ഓടിപ്പോകും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം ഒരിക്കൽ കൂടി ഒരുമിച്ച് ഏറ്റു പറയാം. ആകയാൽ ആകയാൽ ദൈവത്തിന് ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, വിധേയരായിരിക്കുവിൻ. പിശാചിനെ പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ. ചെറുത്തു നിൽക്കുവിൻ. അപ്പോൾ അപ്പോൾ അവൻ അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. ഓടിപ്പോകും. അപ്പോൾ അവൻ അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. നമുക്ക് ഒരുമിച്ച് ഗായക സംഘത്തോട് ചേർന്ന് കർത്താവായ യേശുവിന്റെ രക്തം, അമൂല്യമായ രക്തം നമ്മുടെ മേല്, നമ്മുടെ കുടുംബങ്ങളുടെ മേല്, വ്യക്തി ജീവിതത്തിന്റെ മേല് വന്ന് പതിയാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്താൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കും. യേശുവിന്റെ കുരിശിന്റെ അടയാളത്താൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കും. സന്തോഷകരമായ ഒരു ജീവിതത്തെ, സന്തോഷകരമായ ഒരു ആത്മീക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന സകല ദുർപീഡകളും പിശാചിന്റെ തന്ത്രങ്ങളും പൊട്ടിപ്പോകാൻ നാം ഇപ്പോൾ പ്രാർത്ഥിക്കും. ലൂക്കാ സുവിശേഷം അധ്യായം 10-19 തിരുവചനം. പാമ്പുകളുടെ മേല്, തേളുകളുടെ മേല് ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഗായക സംഘത്തോട് ചേർന്ന് ഈ അധികാരം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. യേശുവിന്റെ രക്തം നമ്മുടെ മേൽ പതിയാനായി ആഗ്രഹിച്ചു. പെരുമഴ പോൽ പെയ്യട്ടെ, കർത്താവായ ദൈവമേ, പെരുമഴ പോൽ അത്ഭുതകരമായ ശക്തി പെയ്യട്ടെ, വിടുതലിന്റെ ശക്തി വ്യാപരിക്കുന്നു. യേശുവിൻ രക്തം, ഭയം, ഉത്കണ്ഠ, നിരാശ, കൂടോത്രം, മന്ത്രവാദം, ആഭിചാരക്രിയകള്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, അന്ധകാര ശക്തിയുടെ സ്വാധീനം യേശുവിന്റെ രക്തത്താല് ഇപ്പോൾ തന്നെ അഴിക്കട്ടെ. യേശുവിന്റെ തിരുനാമത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് ആഗ്രഹത്തോടെ, സന്തോഷത്തോടെ ഈശോയുടെ വലിയൊരു അഭിഷേകം ഇപ്പോൾ തന്നെ വ്യാപരിക്കാൻ, നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ, എവിടെയിരുന്ന് ശുശ്രൂഷയിൽ പങ്കുചേരുന്നുവോ, ഈശോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിച്ച് കരങ്ങളൊന്നടിച്ച് ശരീരം വിട്ടുകൊടുത്തു പാടിയേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ, പെരുമഴ പോൽ അമൂല്യമായ രക്തം, കർത്താവായ യേശുവിന്റെ അമൂല്യമായ രക്തം ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. ഞങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. ആരാധന, പാപകരമായ ചില വ്യക്തികളുടെ സ്വാധീനം മാറിയിടട്ടെ. മദ്യപാനം, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ശാരീരികമായ സുഖം വിട്ടുമാറട്ടെ, വിട്ടുമാറട്ടെ ഇപ്പോൾ തന്നെ. നീങ്ങിടട്ടെ, തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ, തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ. ചില തെറ്റായ സ്നേഹബന്ധങ്ങൾ, അശ്ലീലമായ ചില സംഭാഷണങ്ങൾ, പാപകരണമായ ചില സാഹചര്യം, ചിലപ്പോൾ തൊഴിൽ മേഖലയായിരിക്കാം, ജോലി സാഹചര്യങ്ങളിൽ ദീർഘകാല പരിചയം കൊണ്ട് തിന്മയിലേക്ക് നയിക്കപ്പെട്ടേക്കാവുന്ന അവസ്ഥയായിരിക്കാം, ചില യാത്രകൾ, ചില കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ചിലപ്പോൾ പാപകരമായ ചില വസ്തുക്കളുടെ സ്വാധീനമാകാം. മദ്യം, മയക്കുമരുന്ന്, പുകവലി, കഞ്ചാവ്, ഹാൻസ്, ലഹരി വസ്തുക്കൾ, ശാരീരികമായ സുഖം തരുന്ന ചില ഉപകരണങ്ങളായിരിക്കാം, ശരീരത്തെ വേദനിപ്പിക്കുന്ന ചില പ്രവൃത്തികളായിരിക്കാം, സാത്താന്റെ സ്വാധീനമുള്ള ചില ഗാനങ്ങൾ, സിനിമകൾ, തെറ്റിലേക്ക് നയിച്ചേക്കാവുന്ന ചില വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്ററിലെ ചില മെസ്സേജുകൾ, സംഭാഷണങ്ങൾ, ശരീരത്തിലെ പച്ചകുത്തല്, ശരീരം പ്രദർശിപ്പിക്കല്, ഈ ചിന്തകളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഇപ്പോൾ തന്നെ യേശുവിന്റെ രക്തത്താല്, ഈശോയുടെ കുരിശിന്റെ അടയാളത്താല് ഞങ്ങൾ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. പാപകരമായ ചില ചിന്തകള്, നിരാശ, ദൈവം സ്നേഹിക്കുന്നില്ലെന്ന തോന്നല്, ഇനി രക്ഷയില്ലെന്ന തോന്നല്, സൗന്ദര്യത്തോടുള്ള പ്രത്യേകമായ ഒരു ആകർഷണം, എപ്പോഴും ആളുകൾ എന്നെ പറ്റി നല്ലത് പറയണമെന്നുള്ള ചിന്ത, ചില ആളുകളെ പറ്റിയുള്ള മോശപ്പെട്ട ഓർമ്മകൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ബന്ധിക്കുന്നു, അഴിക്കുന്നു. യേശു ആരാധന. തിരുരക്തത്താൽ ഒരിക്കൽ കൂടി ഗായക സംഘത്തോട് ചേർന്ന് ഒരുമിച്ച് പാടാം. യേശുവിന്റെ തിരുരക്തം ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ നിറയട്ടെ. ഒരുമിച്ച് പാടിയേ.
രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ വചനത്തിന്റെ ശക്തിയാൽ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. അഭിഷേകം 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 ഇപ്പോൾ തന്നെ നിറയുന്നു. ഈശോയുടെ മുൻപിൽ ശിരസ്സ് നമിച്ച് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ മുട്ടുകൾ മടക്കി ഈശോയുടെ വലിയ കൃപ, ഈശോയുടെ രക്തത്തിന്റെ വലിയൊരു അഭിഷേകം, ഈശോയുടെ കുരിശിന്റെ ഒരു മുദ്ര, യേശുവിന്റെ നാമത്തിന്റെ ഒരു സംരക്ഷണം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ നിറയാൻ അച്ഛൻ പ്രാർത്ഥിക്കുന്നു. പൗരോഗത്തെ അടയാളം ഉപയോഗിച്ച് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ മുദ്ര ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ. മുട്ടുകൾ മടക്കി ശിരസ്സ് നമിച്ച് ഗായക സംഘത്തോട് ചേർന്ന് ആലപിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.